ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചൈനീസ് ഡ്രാമയാണ്. ഈ ഡ്രാമയുടെ പേര് വെൻ ക്വയറ്റ് ബോയ് ഫാൾ ഇൻ ലവ് വിത്ത് നോട്ടി ഗേൾ. ഇതിൽ നമ്മുടെ ഹീറോയിൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഹീറോയിനെ കണ്ട് പ്രണയിക്കുന്നതാണ്. ഈ ചാനലിൽ ആദ്യത്തെ ഡ്രാമയാണ് ഇത്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ ഡ്രാമ ലെങ്തി ആയതുകൊണ്ട് പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ഒന്നാമത്തെ പാർട്ടാണ് ഇത്. ഇപ്പോൾ ഡ്രാമ ഓപ്പൺ ചെയ്താൽ നമ്മുടെ കഥയിലെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഹായ്, എൻ്റെ പേര് സൂസൻ. ഇപ്പോൾ എനിക്ക് 16 വയസ്സാകുന്നു. അതുകൊണ്ട് തന്നെ നാളത്തോടെ ഞാൻ ഹൈസ്കൂളിൽ ജോയിൻ ചെയ്യാൻ പോകുന്നു. എൻ്റെ വീക്ക്നെസ്, ഞാൻ എപ്പോഴും ഉറങ്ങുന്നതാണ്. എനിക്ക് പഠിക്കുന്നതും എഴുതുന്നതും വളരെ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് കുട്ടിക്കാലം മുതൽ തന്നെ ഒരു പയ്യനോട് ഇഷ്ടമാണ്. ആക്ച്വലി ഈ പയ്യൻ്റെ കൂടെ കുട്ടിക്കാലം മുതൽ പഠിച്ചത്. പക്ഷേ ആ പയ്യൻ എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യുന്നില്ല. എന്നാൽ നാളെ ആ പയ്യനെ ഉറപ്പായിട്ടും കാണും. കാരണം നാളെ എൻ്റെ സ്കൂൾ റീഓപ്പൺ ചെയ്യാൻ പോകുകയാണ്. സോ ആ സമയം ഞാൻ ഫ്രണ്ടിൽ സ്പീച്ച് കൊടുക്കാൻ പോകുകയാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അവൻ എന്നെ നോക്കും എന്ന് പറഞ്ഞ് അവൾ ആ നൈറ്റിൽ ഒരു ഡ്രസ്സ് ഇട്ട് നോക്കുന്നു. അപ്പോൾ അവളുടെ അമ്മ ചോദിച്ചു, ഇത് എന്തു ഡ്രസ്സാണ്? അപ്പോൾ അവൾ പറഞ്ഞു, അത് നാളെ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോകുകയല്ലേ, അതാ ഈ ഡ്രസ്സ് വെറുതെ ഇട്ട് നോക്കിയത്. എന്ത്, ഈ ഡ്രസ്സ് ഇട്ടിട്ടാണോ നീ സ്കൂളിലേക്ക് പോകുന്നത്? അതുമല്ലാതെ നിൻ്റെ അണ്ടർവെയർ എന്താ ഇത്രയും ചെറുത്? വലിയതിട്ടിട്ട് പോ. സ്കൂളിൽ കുറേ കുട്ടികളുണ്ടാകും, അതുകൊണ്ട് തന്നെ നീ വലിയ അണ്ടർവെയറാണ് ഇടേണ്ടത് എന്ന് പറഞ്ഞ് വലിയ അണ്ടർവെയർ ഇട്ട് കൊടുക്കുന്നു. അവൾക്കത് വലിയ നാണക്കേടുണ്ടാക്കി. പക്ഷേ എന്നാലും ആ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഹീറോയിൻ സ്കൂളിൽ പോയത്. സ്കൂളിൽ വന്നപ്പോൾ ഹീറോയിൻ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ട് മീറ്റ് ചെയ്യുന്നു. അവൾ ഇവളെ കണ്ടപ്പോൾ നല്ല സന്തോഷമാകുന്നു. അപ്പോൾ ഹീറോയിൻ, നിനക്ക് എന്നെ കണ്ടപ്പോൾ കോമാളി മാതിരി തോന്നിയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല, നീ നല്ലതായിട്ടാണ് ഇരിക്കുന്നത്. നോക്ക്, എൻ്റെ അമ്മ എത്ര വലിയ അണ്ടർവെയറാണ് എനിക്ക് ഇട്ട് തന്നിരിക്കുന്നത്. ഇത് കണ്ട കുട്ടികൾ എന്നെ കളിയാക്കില്ലേ? അങ്ങനെ പറഞ്ഞ് ഹീറോയിൻ മരച്ചുവട്ടിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു. ആദ്യത്തെ പോലെ ചെറിയ ഡ്രസ്സ് എടുത്തിടുന്നു. അവളുടെ ഫ്രണ്ട് നോക്കുമ്പോൾ പെട്ടെന്ന് കുറേ കുട്ടികൾ വരുന്നു. അങ്ങനെ നമ്മുടെ കഥയുടെ ഹീറോയും വന്ന് ഹീറോയിനുടെ മേലെ വീണു. ഇവനോ എന്ന് ഹീറോയിൻ പറഞ്ഞു. ഹീറോ ഇൻട്രോ കൊടുക്കുന്നു. ഇവനാ ടിയാൻ. എപ്പോഴും മറ്റുള്ളവരോട് അടിയുണ്ടാക്കി നടക്കും. ഇപ്പോഴും അങ്ങനെ അടിയുണ്ടാക്കിയാണ് ഹീറോയിൻ്റെ മീതെ വീണത്. അവിടുന്ന് ഒരു സാർ വന്ന് പട്ടാപ്പകലിൽ രണ്ടുപേരും എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ചീത്ത പറയുന്നു. ഉടനെ രണ്ടുപേരും, സാർ നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഒന്നുമല്ല എന്ന് പറഞ്ഞു. അത് കണ്ടാലേ മനസ്സിലായില്ല, എന്താ നിങ്ങൾ ഗ്രൗണ്ടിന് നടുവിൽ നിവർന്ന് കിടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, സാർ നിങ്ങൾ എന്താ അങ്ങനെ തെറ്റായി ചിന്തിച്ചത്? സാർ, എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ ഫ്രണ്ടിനെ കാണാനില്ല. അവളുടെ ഫ്രണ്ട് എസ്കേപ്പായി. ഹീറോയിൻ എന്താ മറുപടി പറയണമെന്നറിയാതെ നോക്കിക്കൊണ്ട് നിന്നു. ഹീറോ പറഞ്ഞു, എനിക്ക് കണ്ണ് നല്ലവണ്ണം കാണാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പെണ്ണിനെ ലവ് ചെയ്യാൻ പോകുമോ? നിങ്ങൾ എന്തോ തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെയൊന്നുമില്ല സാർ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിനുടെ ക്രഷ് അങ്ങോട്ട് വരുന്നു. ആക്ച്വലി അവനും നമ്മുടെ ഹീറോയും ക്ലോസ് ഫ്രണ്ട്സാണ്. ഇപ്പോൾ അവൻ വന്നു. അതെ സാർ, എൻ്റെ ഫ്രണ്ട് ഈ വയസ്സിൽ ആരെയും ഡേറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ അവനെ വിശ്വസിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ സാർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഈ മരത്തിൻ ചുവട്ടിൽ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ചോദിച്ചു. ഉടനെ ഹീറോയിൻ, അത് എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സാറ് ചോദിച്ചു, എന്ത്, ഇവിടെ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തോ? അതെ സാറേ, ഞാൻ അറിയാതെ ഇന്നർ വലുതിട്ട് വന്നു, അതുകൊണ്ടാണ്, ഹീറോയിൻ പേടിച്ചു പറഞ്ഞു. അപ്പോൾ അവളുടെ ക്രഷ് ഇതാണോ നിന്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞ് താഴെ കിടക്കുന്ന ഡ്രസ്സ് എടുക്കുന്നു. അങ്ങനെ ഹീറോയിനുടെ മാനം പോയി. ദൈവമേ, ഫസ്റ്റ് ടൈമാണ് അവൻ എന്നോട് വന്ന് സംസാരിക്കുന്നത്, അത് ഈ കാര്യം. ആ സീൻ കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയും പ്രിൻസിപ്പൽ ഓഫീസിൽ ഇരിക്കുമ്പോൾ ഹീറോയിൻ, നീ കാര്യം കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കേണ്ടി വന്നത്. പോടാ, ഇന്നാണ് ന്യൂ ഇയർ, അതുകൊണ്ട് നിന്റെ കൂടെ ഞാൻ സെലിബ്രേറ്റ് ചെയ്യണമോ എന്ന് പറഞ്ഞപ്പോൾ കുറച്ചു നേരം മിണ്ടാതിരിക്കുമോ? ശരിക്കും നീയാണ് കാരണം, അണ്ടർവെയർ എന്ന് ഹീറോയിനെ വിളിച്ചു. ആ പേര് വിളിക്കല്ലേ, എനിക്ക് വേറെ പേരുണ്ട് എന്ന് ഹീറോയിൻ പറഞ്ഞു. അപ്പോൾ ഹീറോ പറഞ്ഞു, നീ എൻ്റെ അപ്പോളജി ലെറ്റർ എഴുതിത്താ.
ഞാൻ എന്തിന് നിനക്ക് എഴുതിത്തരണമെന്ന് ഹീറോയിൻ ചോദിച്ചു. എൻ്റെ കൈ നിന്നോട് പറയുമെന്ന് ഹീറോ പറഞ്ഞപ്പോൾ അത് എങ്ങനെ ഒരു പെണ്ണിനെ കൈ നീട്ടി അടിക്കാമോ? അങ്ങനെ ഹീറോയിൻ ചോദിച്ചു. ശരി, അടിക്കില്ല. പകരം നീ മരച്ചുവട്ടിൽ എന്താ ചെയ്തതെന്ന് ഞാൻ മുഴുവൻ കുട്ടികളോടും പറയട്ടെ എന്ന് ഹീറോ ചോദിച്ചു. അത് ഒന്നും വേണ്ട, ഞാൻ എഴുതിത്തരാം എന്ന് ഹീറോയിൻ പറഞ്ഞു. ന്യൂ ഇയർ ഫയർവർക്കെല്ലാം സ്റ്റാർട്ടായി. നമ്മുടെ ഹീറോയിൻ ഇത് കണ്ട് മനസ്സിൽ ദൈവമേ, ഈ വർഷം എൻ്റെ ക്രഷിനോട് ക്ലോസ് ആവണം. അവൻ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ അടുക്കൽ വേണം ഇരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ഹീറോയിൻ ഹീറോയിനോട് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്നു. നീയാണ് ഈ വർഷം എന്നോട് കൂടി ആദ്യം ഇരുന്ന വ്യക്തി എന്ന് പറഞ്ഞ് നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവർ രണ്ടുപേരും സ്കൂളിൽ വന്നു. അപ്പോൾ ഹീറോയിൻ ഇന്നാ നിന്റെ അപ്പോളജി ലെക്ചർ എന്ന് പറഞ്ഞ് ഹീറോയുടെ കയ്യിൽ കൊടുക്കുന്നു. ഹീറോ താങ്ക്സ് പറഞ്ഞ് അകത്തു പോയപ്പോൾ അവിടെ സ്കൂളിൻ്റെ പ്രയർ തുടങ്ങി. വൈകി വന്നതിന് പ്രിൻസിപ്പൽ ഇവരോട് രണ്ടുപേരോടും വഴക്ക് പറഞ്ഞു. പ്രിൻസിപ്പൽ പറഞ്ഞു, ആദ്യം ആ അപ്പോളജി ലെക്ചർ പഠിക്കാൻ പറഞ്ഞു. ഇപ്പോൾ ഹീറോ സ്റ്റേജിൽ പോയി പഠിക്കാൻ തുടങ്ങി. എന്നോട് ക്ഷമിക്കൂ, ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. ആ മരത്തിൻ ചുവട്ടിൽ എൻ്റെ അണ്ടർവെയർ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് ശരിക്കും ഹീറോയിൻ അവളുടെ അപ്പോളജി ലെക്ചർ നമ്മുടെ ഹീറോയ്ക്ക് മാറിക്കൊടുത്തു എന്നത്. പക്ഷേ ഹീറോ ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഹീറോയ്ക്ക് ഹീറോയിനോട് വലിയ ദേഷ്യമായി. ദെൻ ക്ലാസ്സിൽ വന്നപ്പോൾ ഹീറോയിൻ അവളുടെ ഫ്രണ്ടിനോട് അയ്യോ എൻ്റെ ലെറ്റർ അറിയാതെ അവൻ്റേൽ കൊടുത്തു. അവൻ ഇപ്പോൾ എന്നെ കണ്ടാൽ എന്താടി ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ നീ ഒന്നും ചെയ്യണ്ടാടി, അവൻ നിന്റെ മുൻപിൽ വന്നാൽ നീ ഓടിപ്പോയിക്കോ എന്ന് അവൾ പറഞ്ഞു. നീ പോടി. ഇപ്പോൾ എനിക്കും ഇവനും പ്രശ്നം വന്നതോടുകൂടി ഞാൻ എൻ്റെ ക്രഷിനെ മറന്നുപോയി ശരിക്കും. ഇന്ന് അവൻ പിയാനോ പെർഫോമൻസ് ചെയ്യാൻ പോകുകയാണ്. അതുകൊണ്ട് അവനായി ഞാൻ ഒരു ഗിഫ്റ്റ് മേടിക്കാൻ പോകുകയാണ്. അവന് ഒരു സിംഗറുടെ കോൺസേർട്ട് പോകാൻ കുറേ നാളായി ആഗ്രഹമുണ്ട്. കോൺസേർട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല, പക്ഷേ ആ ടിക്കറ്റിന് പേ ചെയ്തിട്ടുണ്ട്. പോയിട്ട് ആ ടിക്കറ്റ് വാങ്ങി വരാമെന്ന് പറഞ്ഞ് ഹീറോയിൻ പോകുന്നു. ആ കടയിൽ പോയപ്പോൾ ഹീറോ ആ കടയിൽ നിന്ന് ഇറങ്ങി വരുന്നു. രണ്ടുപേരും കൂട്ടിയിടിച്ചു. പക്ഷേ ഹീറോ ഒന്നും മിണ്ടിയില്ല. നമ്മുടെ ഹീറോയിൻ നേരെ ഉള്ളിൽ വന്ന് എനിക്ക് ആ ടിക്കറ്റ് മാത്രം താ എന്ന് കടക്കാരനോട് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ ഞാൻ മറന്നുപോയി. നിന്റെ മുൻപിൽ പോയ ആ പയ്യൻ മേടിച്ചു പോയി. അയ്യോ ചേട്ടാ, ഇത് അന്യായം. ഞാൻ ടിക്കറ്റിന് പൈസ തന്നതല്ലേ, അതുകൊണ്ട് ടിക്കറ്റ് താ എന്ന് പറഞ്ഞു. അയ്യോ സോറി, ഞാൻ മറന്നുപോയി, ഞാൻ എല്ലാം ടിക്കറ്റും വിറ്റു എന്ന് പറഞ്ഞു. ഹീറോയിന് ദേഷ്യം വന്നു. അങ്ങനെ ദേഷ്യത്തോടെ വന്നപ്പോൾ സൈക്കിൾ പഞ്ചറായി. അയ്യോ എന്താ ചെയ്യുക, ഞാനാണ് ഇന്ന് സ്പീച്ച് പഠിക്കാൻ എന്ന് പറഞ്ഞ് വന്നു. സൈക്കിൾ വെച്ചപ്പോൾ മറ്റേ സൈക്കിളും താഴെ വീണു. പക്ഷേ എങ്ങനെയോ ഉള്ളിൽ വന്നു. ഇവിടെ സ്പീച്ച് തുടങ്ങിയിരുന്നു. നമ്മുടെ ഹീറോയിൻ ലേറ്റ് ആയി എന്ന് പറഞ്ഞ് വേറെ പെണ്ണിനോട് സ്പീച്ച് പഠിക്കാൻ പറഞ്ഞു. നമ്മുടെ ഹീറോയിൻ അവളെ കണ്ടപ്പോൾ തന്നെ ഈ പെണ്ണ് എന്തിനാ എൻ്റെ സ്പീച്ച് പഠിക്കുന്നത്, എനിക്ക് അവളെ തീരെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ PT സാർ വന്ന് നീയല്ലേ ആ സൈക്കിൾ തള്ളിയിട്ടത്. അപ്പോൾ ഹീറോയിൻ ഉടനെ ഞാനോ എന്ന് പറഞ്ഞ് അവിടെ മയങ്ങി വീണു മാതിരി നടിച്ചു കിടന്നു. എന്താ അവൾ വീണത് എന്ന് എല്ലാവരും നോക്കി. അപ്പോൾ അവളുടെ ക്രഷ് വന്ന് അവളെ എടുത്തുകൊണ്ട് പോകുന്നു. അത് ഹീറോയിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ക്രഷ് തന്നെയാണോ എന്ന് കണ്ണ് തുറന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നു. ഇത് ക്രഷ് കണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഹീറോയിൻ പറഞ്ഞു, ഞാൻ മരിച്ചോ അതോ ജീവനോടെ ഇരിക്കുന്നുണ്ടോ? അപ്പോൾ ക്രഷ് പറഞ്ഞു, നീ ജീവനോടെ തന്നെയാണ് ഇരിക്കുന്നത്. ഹീറോയിൻ നടിച്ചു പറഞ്ഞു, സോറി എനിക്ക് ലോ ഷുഗർ എന്ന് പറഞ്ഞു. അപ്പോൾ ക്രഷ് പറഞ്ഞു, നീ നെക്സ്റ്റ് ടൈം കുറച്ച് നല്ലവണ്ണം നടിച്ചാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. അവൾക്കത് നാണക്കേടുണ്ടാക്കി. ഹീറോയിൻ വീട്ടിലേക്ക് വന്നപ്പോൾ അന്ന് കണ്ട പെണ്ണ് അവളുടെ വീട്ടിൽ വന്നിരിക്കുന്നു. അവളെ കണ്ടപ്പോൾ ഹീറോയിന് ദേഷ്യം വന്നു. പക്ഷേ അവളുടെ അമ്മയും പപ്പയും ആ പെണ്ണിനോട് വളരെ സ്നേഹത്തോടെയാണ് സംസാരിച്ചത്. കാരണം അവൾ ഹീറോയിനുടെ കസിനാണ്. നമ്മുടെ ഹീറോയിൻ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ കസിനല്ലേ, അതുകൊണ്ട് ക്ഷമിച്ച് സ്കൂളിൽ വന്നു. അപ്പോൾ ഹീറോയിൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഒരു അനൗൺസ്മെന്റ് വന്നു. ഇന്നലെ രാവിലെ നമ്മുടെ സ്കൂളിൽ ഒരു കുട്ടി മയങ്ങി വീണു. അത് നല്ല കാര്യത്തിനല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ട് നാളെ മുതൽ രാവിലെ വന്ന് സ്കൂൾ ഗ്രൗണ്ടിൽ 10 തവണ ഓടണം. മനസ്സിലായോ എന്ന് പറഞ്ഞ് അവിടെയുള്ളവരെല്ലാവരും ഹീറോയിനെ നോക്കി. കാരണം ഹീറോയിൻ കാരണം കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഓടി. മറ്റുള്ളവരും അവളുടെ പിന്നാലെ ഓടി.
ഇതോടുകൂടി ഫസ്റ്റ് പാർട്ട് തീരുന്നു. ഇനി അടുത്ത പാർട്ട് ഉടൻ വരുന്നതാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങളുടെ നിർദ്ദേശം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.